Kerala and Karnataka, the glow of purity. പള്ളികൾ, ചർച്ചുകൾ, അമ്പലങ്ങൾ, ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ കാത്തിടാം നമ്മൾ ഒരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടാം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും ബാങ്കോലിയും പോലെ പള്ളിമണിയും മുഴങ്ങിടട്ടെ. ഇത് ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം, ഇടനെഞ്ചകത്തിലെന്നും അഴകോടെ ശോഭിതം. وجيرانا خير جيرانهم ودخل الجنة وزخرف من عذاب القبر من عذاب النار. اللهم اجعل قبرنا قبورهم روضة من رياض الجنة. اللهم لا تجعل قبرنا قبورهم غفرة من كل النيران. ربنا ظلمنا أنفسنا إن لم تغفر لنا وترحمنا ولنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اغفر لنا يا غافر المذنبين آمين. രൂപീകരിച്ച CH സെൻ്ററിൻ്റെ പ്രവർത്തന റിപ്പോർട്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ അധ്യക്ഷൻ്റെ പ്രസംഗത്തിന് ശേഷവും ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷവും വിശദമായി ഇവിടെ അവതരിപ്പിക്കും. അതുകൊണ്ട് ഞാൻ സ്വാഗത പ്രസംഗത്തിൽ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ കേന്ദ്രീകരിച്ച് നമ്മൾ പ്രവർത്തനം ആരംഭിച്ച് കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ, അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ നമുക്ക് കാഴ്ചവെക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ആലമ്പാടിയിൽ ആരംഭിച്ച സംരക്ഷിക്കാൻ ആരാരുമില്ലാത്ത അഗതികളെ സംരക്ഷിക്കുന്ന സ്നേഹവീട് കഴിഞ്ഞ 3 വർഷമായി വളരെ നല്ല രൂപത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലൊക്കെ അബ്ദുൽ ലത്തീഫ് ഉപ്പളഗേറ്റ് അവറുകളെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ബഹുമാന്യനായ മുസ്ലിം ലീഗിൻ്റെ കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറിയും നമ്മുടെ CH സെൻ്ററിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയുടെ ഭരണസമിതി അംഗവും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും വളരെ ആത്മാർത്ഥമായി പിന്തുണ നൽകി നമ്മുടെ കൂടെ നിന്ന് നമുക്ക് സപ്പോർട്ട് നൽകുന്ന ബഹുമാന്യനായ ജില്ലാ ജനറൽ സെക്രട്ടറി A. അബ്ദുറഹ്മാൻ സാഹിബിനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ബഹുമാന്യനായ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറും നമ്മുടെ CH സെൻ്ററിൻ്റെ മാനേജിംഗ് കമ്മിറ്റി അംഗവും നമുക്ക് എല്ലാ കാര്യങ്ങളിലും നമ്മുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ബഹുമാന്യനായ എന്നെ നെല്ലിക്കുന്ന അവറുകളെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആർദ്രമായി അതല്ലെങ്കിൽ വളരെ വിപുലമായ രീതിയിൽ ഒരു വലിയ ഹാളിൽ എല്ലാവരെയും ക്ഷണിച്ചിട്ട് നമുക്ക് ഒരുപാട് നല്ല ചർച്ചയൊക്കെ നടത്തി ചെയ്യണമെന്നായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ അത് ഈ മാസം തന്നെ തീർക്കാനുള്ളത് കൊണ്ടും നാളെ നമ്മൾക്ക് മറ്റേ സാദിഖലി ശിഹാബ് തങ്ങളുടെ ഇതുണ്ടല്ലോ സ്നേഹസംഗമം, അപ്പം അതിലേക്ക് എല്ലാവർക്കും പങ്കെടുക്കാനുള്ളത് കൊണ്ടും നമുക്ക് ആ തീയതി പെട്ടെന്ന് മാറ്റേണ്ടി വന്നു. അങ്ങനെയാണ് ഒരു ഷോർട്ട് നോട്ടീസ് ആയിപ്പോയത്. എന്നാലും ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ ഷോർട്ട് നോട്ടീസിലും ഇവിടെ എത്തിച്ചേർന്ന ഈ എല്ലാ നേതാക്കന്മാരെയും അഭിനന്ദിക്കുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. കാരണം വളരെ ഷോർട്ട് നോട്ടീസ് ആയിരുന്നു, നമുക്കറിയാം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇപ്പം മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനം ആയിട്ടില്ല, വെറും അവിടെ ഒരു OP ബ്ലോക്ക് മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. എന്നാലും നമ്മൾ അവിടെ സ്ഥലം എടുത്ത് വെച്ചിട്ടുണ്ട്, അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, അതൊക്കെ അവിടെ ഉണ്ട്. അപ്പം അത് നമ്മൾക്ക് ഉപയോഗിക്കാനുള്ള അവസരം വന്നിട്ടില്ല. കാരണം മെഡിക്കൽ കോളേജ് ബിസി ആയാൽ മാത്രമേ, അവിടെ എല്ലാ ആക്ടിവിറ്റിയും നടന്നാൽ മാത്രമേ നമ്മൾക്ക് ചെയ്യാൻ പറ്റൂ. അതിനുള്ള സംവിധാനത്തിൽ നമ്മൾ സ്ഥലം വാങ്ങിയിട്ടും ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട്, അതങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മുൻകാലങ്ങളിൽ കഴിഞ്ഞ 1-2 വർഷം ചെയ്ത എല്ലാ കാര്യങ്ങളും റമദാൻ സമയത്തും കോവിഡ് സമയത്തും കിറ്റ് വിതരണവും മുതൽ കോവിഡിൻ്റെ ഇതുവരെ എല്ലാം ചെയ്തു. പിന്നെ നമ്മൾ സ്നേഹവീട് ഇപ്പം സെക്രട്ടറി നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു. ആ സ്നേഹവീട് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കണം, അവിടെ 4-5 ആൾക്കാർ ഇല്ലേ മരണപ്പെടുക വരെ ഉണ്ടായി. ആ മയ്യത്ത് വാങ്ങാൻ വരെ ആളില്ല ചില സന്ദർഭത്തിൽ. അങ്ങനെയുള്ള വ്യക്തികളാണ് നമ്മളെ കൂടെ ഉണ്ടായിരുന്നത്.
അതും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ് വേറെ ഇതുപോലത്തെ സ്നേഹാലയത്തിൽ വേറെ എല്ലാ മതസ്ഥരുടെയും ഇങ്ങനത്തെ ഇതുണ്ടല്ലോ, അതായത് ശുശ്രൂഷ കേന്ദ്രം പറഞ്ഞതുകൊണ്ട് കൂടുതൽ കാർഡുകൾ ഇഷ്യൂ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതും ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ പരിഗണനയിലുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പരിഗണനയിലുള്ള 2-3 കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഡയാലിസിസ് സെൻറ്റർ തുടങ്ങാനുള്ള പദ്ധതി കഴിഞ്ഞ നമ്മളെ ഷെയറിംഗ് കമ്മിറ്റി മീറ്റിങ്ങിൽ അത് പാസ്സാക്കി അതിൻ്റെ വർക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ വിൻടച്ച് ഹോസ്പിറ്റൽ, ഇപ്പോൾ നമ്മൾ തന്നെ കരീം ചെയ്യും ഞാനും അനീഫ് ഷക്കറില്ല ഞങ്ങളെ വിൻടച്ച് ഹോസ്പിറ്റലിലെ അതിൻ്റെ ഒരു ഭാഗം തന്നെ നമ്മൾ കൊടുക്കാമെന്ന് വെച്ചു. ഇപ്പോൾ മാലിക്കുതിനാട്ടിൽ ആദ്യം തരാമെന്ന് പറഞ്ഞിരുന്നു, അവർ സഹകരിക്കാമെന്ന് പറഞ്ഞിരുന്നു. അതനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് നടത്തി അവിടെ ഓഫീസും കാര്യങ്ങളും ഒക്കെ ചെയ്തപ്പോൾ അത് ചില തടസ്സം അതിന് സംഭവിച്ചു, അത് മുടങ്ങിപ്പോയി. അപ്പോൾ അത് നിൽക്കരുതെന്ന് കരുതി നമ്മളിപ്പോൾ എന്ത് ചെയ്തു, ഈ വിൻടച്ച് ഹോസ്പിറ്റലിൽ തന്നെ അതിൻ്റെ താഴെ 10 ബെഡുള്ള ഒരു ഡയാലിസിസ്. അപ്പോൾ അത് തൊട്ടിക്ക് അത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കമ്മിറ്റിയും പ്രസിഡൻറ്റും സെക്രട്ടറിയും ഞങ്ങളൊക്കെ ഉണ്ടായിരുന്ന കമ്മിറ്റിയിൽ അത് പാസ്സാക്കി അതിൻ്റെ പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിന് 10 പേരാണ് ഓരോ മിഷനും നമുക്ക് ഡൊണേറ്റ് ചെയ്യാം. ബാക്കി നമ്മൾ അതിൻ്റെ പ്രവർത്തന ഫണ്ടും ബാക്കിയുള്ളത് KMCC മുഖേനയും അല്ലാതെ കുറച്ച് സ്പോൺസർമാരെയും കണ്ടെത്തി രോഗികൾക്ക് ഫ്രീ ആയി കൊടുക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അവരടുത്തൊന്നും പൈസ വാങ്ങാതെ ആ ഡയാലിസിസിലുള്ള നിത്യേന ചെലവുണ്ടല്ലോ, മെഷീൻ മാത്രം ഇട്ടതുകൊണ്ടോ അല്ലെങ്കിൽ അവിടെ വെറും വാട്ടർ പ്ലാന്റ് സ്ഥാപിച്ചുകൊണ്ടൊന്നും ആയില്ല. ഡെയിലി ഇതിന് ഡയലേറ്റർ ഉണ്ട്, കത്തീറ്റർ ഉണ്ട്, ഇതിനൊരു ചിലവുണ്ട്. അപ്പോൾ ആ ചിലവാണ് നമ്മൾ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് മാസത്തിലെ 7,200 അത് നമ്മൾ പറഞ്ഞത്. അതൊരു 5,000 വരെ ആക്കിയിട്ട് ഇതിൻ്റെ കോസ്റ്റാണ്. അതിൽ ഹോസ്പിറ്റലിൻ്റെ കോസ്റ്റോ അല്ലെങ്കിൽ നഴ്സിങ്ങിൻ്റെ കോസ്റ്റോ ഇലക്ട്രിക്കിൻ്റെ കോസ്റ്റോ ഒന്നും നമ്മളതിൽ പെടുത്തുന്നില്ല. ആ ഡയലേറ്ററും അതിൽ ഉപയോഗിക്കുന്ന ആ ഡിസ്പോസിബിൾ ഐറ്റത്തിൻ്റെ മാത്രം ചാർജ് അത് 5,000 രൂപ വരും ഒരു മാസത്തിലൊരു പേഷ്യൻറ്റ്. അപ്പോൾ ഒരു മാസത്തിലൊരു പേഷ്യൻറ്റ് 8 9 ചിലപ്പോൾ ഡയാലിസിസ് 10 ഒക്കെ വേണ്ടി വരും. അപ്പോൾ അത് കണക്കാക്കിയിട്ടാണ് അത് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അതിന് ഒരു പദ്ധതിയും കണ്ടുവച്ചിട്ടുണ്ട് നമ്മൾ. എങ്ങനെയെന്ന് വെച്ചാൽ KMCC ത്രൂവും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഉമറാക്കൾ സമ്പന്നർ അവരെ സമീപിച്ചുകൊണ്ട് അവർ സ്പോൺസറിങ് ചെയ്യിപ്പിക്കുക ഓരോന്ന് വർഷത്തേക്ക്. അപ്പോൾ ഈ ശമ്പളമൊക്കെ കൊടുക്കുന്ന നമ്മളെ ജോലിക്കാർക്ക് എല്ലാ മാസം കൊടുക്കുമ്പോൾ ഒരു 5,000 രൂപ മാറ്റി വെച്ചാൽ അള്ളാഹു നമുക്ക് വരുന്ന ആപത്ത് ചിലപ്പോൾ തട്ടി ദൂരത്താക്കും. അള്ളാഹു നമുക്ക് വരുന്ന എല്ലാവിധ ആപത്തിനെയും രോഗങ്ങളിൽ നിന്ന് അള്ളാഹു തട്ടി ദൂരത്താക്കി രക്ഷപ്പെടുത്തി തെരുമാറാകട്ടെ. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം മെഡിക്കൽ കോളേജ് ഇതാക്കിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഇപ്പോൾ ഞങ്ങൾ സംസാരിച്ച ഒരു ധാരണയിലെത്തിയിട്ട് ഈ കമ്മിറ്റിയിൽ വേണം അത് ചർച്ച ചെയ്ത് നമുക്ക് തീരുമാനിക്കാൻ. ഒരു 4 ഫാർമസി ഇപ്പം മഞ്ചേശ്വരം മണ്ഡലത്തിലൊന്ന്, ഉദുമ മണ്ഡലത്തിലൊന്ന്, കാസർഗോഡ് മണ്ഡലത്തിൽ 2, അങ്ങനെ ഒരു 4 ഫാർമസി ആദ്യം പൈലറ്റ് എന്നുള്ള നിലയ്ക്ക് നമ്മളൊരു അതിൽ നമ്മളെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സാധാരണക്കാർക്ക് 15% ആര് വന്നാലും നമ്മൾ നോൺ പ്രോഫിറ്റബിൾ ഒരു ഇതായിട്ട് CH സെൻ്ററിൻ്റെ കാർഡ് കൊണ്ടുവരുന്നവർക്ക് 30%, അല്ലാത്തവർക്ക് 15% കൊടുത്തിട്ട് പൈലറ്റ് എന്നുള്ള നിലയ്ക്ക് ഒരു 4 എണ്ണം തുടങ്ങാം. അത് സക്സസ് ആയാൽ നമ്മൾക്ക് ഓരോ പഞ്ചായത്തിലും ഓരോ സിറ്റികളിലും ഓരോ ജംഗ്ഷനുകളിലും പോയിന്റുകളിലും ഹോസ്പിറ്റലുകളിലൊക്കെ നമ്മൾക്ക് അങ്ങനെ ഇട്ടിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. 10-15 ഫാർമസിയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു 4 നമുക്ക് ചെയ്യണം. അതിപ്പോൾ റഹ്മാൻ ചോറിലേക്ക് സംസാരിച്ചത് നമ്മളത് ഇപ്പോൾ അംഗീകരിച്ചാൽ നിങ്ങളെല്ലാവരും ഫാർമസിക്കുള്ള സ്ഥലങ്ങൾ റസാഖും മറ്റേ അഷ്റഫും ഇവരൊക്കെ ഇവിടെ ഉണ്ട്. ബാക്കിയുള്ള എല്ലാവരും നമ്മൾ ഇതുവരെയുള്ള സഹകരണം വളരെ നല്ല സഹകരണമായിരുന്നു. എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. ആ സഹകരണം മുമ്പിലും പ്രതീക്ഷിക്കുന്നു. ബാക്കി ചർച്ച സമയത്ത് നമുക്ക് ഇത് ചെയ്യാം. റിപ്പോർട്ടിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് സമയത്ത് മതിയാവും. അപ്പോൾ അത് നല്ല രീതിയിൽ ഇനി മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ തന്നെ മുമ്പോട്ടുള്ള കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ മെഡിക്കൽ കോളേജുമായി അതുപോലെ തന്നെ മറ്റ് ഇപ്പോൾ പറഞ്ഞ മെഡിക്കൽ ഷോപ്പ് ഉൾപ്പെടെയുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ്. അതുപോലെ ആംബുലൻസ് ഉണ്ട്. ആംബുലൻസ് സൗജന്യ നിരക്കിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി മുസ്ലിം ലീഗിൻ്റെ മറ്റു ഘടകങ്ങളൊക്കെ ആരോഗ്യ മേഖലയിലാണ് CH സെൻ്റർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം രീതിയിൽ ജനങ്ങൾക്ക് സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാമെന്ന് ആലോചിക്കുന്നതിനും ഇനിയുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് ആലോചിക്കുന്നതിന് വേണ്ടി ജനറൽ ബോഡിയിൽ നിന്ന് പറയാനുള്ള അവസരങ്ങളുണ്ട്. അത്
ആശംസകൾ നേർന്നുകൊണ്ട് ഇതിൻ്റെ ഔപചാരികതയ്ക്ക് വേണ്ടി ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അത് ആരംഭിക്കുന്നതുവരെയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ ഇനിയും മുന്നോട്ട് പോകാൻ നാം എല്ലാവരും ഒറ്റക്കെട്ടായി സഹായിക്കണം. അതുപോലെ തന്നെ സഹായിക്കുന്നത് പോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ഘടകങ്ങളുമായി കൂടിയാലോചിച്ച് രോഗികളെ തിരഞ്ഞെടുക്കുന്നത് മുതൽ ഡയാലിസിസ് ചെയ്യേണ്ട റമദാനിലെ വെള്ളിയാഴ്ച എല്ലാ പള്ളികളിലും, മിക്കവാറും എല്ലാ പള്ളികളിലും CH സെൻ്ററിൻ്റെ ധനശേഖരണം നടത്തുന്നുണ്ട്. 3 നിയോജക മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ചർച്ചയോടുകൂടി, നല്ലൊരു ചർച്ചയോടുകൂടി അവസാനിപ്പിച്ച് ഈ കമ്മിറ്റി മുമ്പോട്ട് പോകാൻ ഭരണഘടന പ്രകാരം 5 വർഷമാണ് കാലാവധി. അപ്പോൾ 5 വർഷം ആയിട്ടില്ല അല്ലേ? അപ്പൊ അത് 5 വർഷം ആവാത്തത് കൊണ്ട് ഇനി സമയമുണ്ട്. അപ്പൊ ഈ കമ്മിറ്റി അതുവരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ നമ്മുടെ ഭാഗത്തു നിന്ന് എല്ലാവിധ സഹായങ്ങളും ഉണ്ടാവുന്നു. ആരാന്റെ വെള്ളം കോരികൾ ആവാതെ ഈ സമുദായത്തെ മുഖ്യമന്ത്രി പദം വരെ എത്തിച്ചു പോയില്ലേ CH. സ്വപ്നങ്ങൾ തന്നു CH, സത്യമായി വന്നിത മുന്നിലെ കാണുവാനായി നമ്മിലെ ഇല്ലാതെ പോയല്ലോ CH. ഒരു വട്ടം കൂടി മുന്നിലെ വന്നെത്തുമോ ആ തിങ്കള്, കണ്ണിൽ മറഞ്ഞുവെങ്കിലും കൽവിൽ മരിക്കാത്ത CH. ആരാന്റെ വെള്ളം കോരികൾ ആവാതെ ഈ സമുദായത്തെ മുഖ്യമന്ത്രി പദം വരെ എത്തിച്ചു പോയില്ലേ CH. സ്വപ്നങ്ങൾ തന്നു CH, സത്യമായി വന്നിത മുന്നിലെ കാണുവാനായി നമ്മിലെ ഇല്ലാതെ പോയല്ലോ CH. ഒരു വട്ടം കൂടി മുന്നിലെ വന്നെത്തുമോ ആ തിങ്കള്, കണ്ണിൽ മറഞ്ഞുവെങ്കിലും കൽവിൽ മരിക്കാത്ത CH. ഉടപ്പനക്കൽ ഉദിച്ച ചന്ദ്രിക അകന്നിടുന്നു ഞെട്ടിവിറച്ചു ലോകം മുഴുവൻ തങ്ങളെ വാർത്ത കേട്ടവരെല്ലാം ജില്ലാ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ആമുഖമൊന്ന് കണ്ടിടുവാനായി കൊടപ്പനക്കൽ ജനമന്നൊഴുകി. ആ സ്വരമുത്തുകൾ പൊഴിച്ച മുറ്റം കണ്ണീരാലെ കുതിർന്നിടുന്നു. പകരം വെക്കാൻ ശിഹാബ് തങ്ങൾ, കാരുണ്യലകിൽ തങ്ങൾ മാത്രം. കൊടപ്പനക്കൽ ഉദിച്ച ചന്ദ്രിക അകന്നിടും. നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ കോഴിക്കോട് ഇന്ത്യയിലെ ഉദിച്ചുയർന്നത് റബ്ബിൻ സവിധം ഡൽഹിയും അമൃത്സറും ഇൻഡോറും അജ്മീറും കാശ്മീരും ഒന്നും പോണ്ട, അവിടുത്തെ ആരാന്റെ വെള്ളം കോരികൾ ആവാതെ ഈ സമുദായത്തെ മുഖ്യമന്ത്രി പദം വരെ എത്തിച്ചു പോയില്ലേ CH. സ്വപ്നങ്ങൾ തന്നു CH, സത്യമായി വന്നിത മുന്നിലെ കാണുവാനായി നമ്മിലെ ഇല്ലാതെ പോയല്ലോ CH. ഒരു വട്ടം കൂടി മുന്നിലെ വന്നെത്തുമോ ആ തിങ്കള്, കണ്ണിൽ മറഞ്ഞുവെങ്കിലും കൽവിൽ മരിക്കാത്ത CH. ഇന്ത്യയിലെ ഡിഫറെന്റ് സിറ്റീസിലുള്ള ഫുഡൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണ് അല്ലെങ്കിൽ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങോട്ട് വിട്ടോളി. ഒരുപാട് സിറ്റീസിൽ ഫുഡ് ഐറ്റംസ് അവിടുത്തെ ആളുകൾ തന്നെ പ്രിപ്പയർ ചെയ്യാണ് ഈ ഒരു സ്റ്റാളിൽ. മെയ് 12-ാം തീയതി വരെ വൈകുന്നേരം 3 മണി മുതൽ രാത്രി 10 മണി വരെ നമ്മുടെ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ വെച്ചാണ് ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നേരെ നമ്മുടെ കാലിക്കറ്റ് ട്രേഡ് സെന്ററിലേക്ക് വിട്ടോളി.
The Great Indian Food Art. Taste of Harmony. ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ City Gold. Gold and diamonds. Kerala and Karnataka. The glow of purity. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറ. വിളിക്കൂ 9072 767 005 or visit www.eduskilling.com. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today 55488910. Venus Trading and Services near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. പകരമതില്ലാത്ത പാർട്ടിയാണിന്നെന്റെ ലീഗട, ആ ശക്തിയാണിന്നെന്റെ ലീഗട. ഒരുപാട് ശത്രുക്കൾ ഒന്നിച്ചെത്തിട്ട് ആരാന്റെ വെള്ളം കോരികൾ ആവാതെ ഈ സമുദായത്തെ മുഖ്യമന്ത്രി പദം വരെ എത്തിച്ചുപോയില്ലേ CH. സ്വപ്നങ്ങൾ തന്നു CH, സത്യമായി വന്നിത മുൻ